കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥ കാസർഗോഡ് നിന്നും തുടക്കമായി. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ജാഥ ക്യാപ്റ്റൻ സംസ്ഥാന സെക്രട്ടറി ES ബിജുവിന് പതാക കൈമാറി. സംസ്ഥാന പ്രസിഡന്റ് VKC മുഹമ്മദ് കോയ ജാഥ ഉദ്ഘാടനം ചെയ്തു. യാത്ര 25-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. ബിന്ദു ജ്വല്ലറി കാസർഗോഡ്. ഗോൾഡ്, ഡയമണ്ട്, ബേർസ്റ്റോൺ, സിൽവർ 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ചെറുകിട വ്യാപാര വ്യവസായ മേഖല അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ സർക്കാർ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനായി വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന സെക്രട്ടറി ES ബിജു നയിക്കുന്ന വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥ കാസർഗോഡ് നിന്നും പ്രയാണം തുടങ്ങി. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ജാഥ ക്യാപ്റ്റൻ ES ബിജുവിന് പതാക കൈമാറി. സംസ്ഥാന പ്രസിഡന്റ് VKC മുഹമ്മദ് കോയ ജാഥ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായ സമിതി സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, വ്യാപാരി വ്യവസായ സമിതി സിന്ദാബാദ്. വ്യാപാരികളെന്ന് പറയുമ്പോൾ ചിലരൊക്കെ കണ്ണിന് മുമ്പിൽ അത് വലിയ വ്യാപാരികളാണ്. വലിയ ടാക്സ് കൊടുക്കുന്നവൻ, ഇൻകം ടാക്സ് കൊടുക്കുന്നവൻ, കയറ്റുമതി ഉള്ളവൻ, ഇറക്കുമതി ഉള്ളവൻ. ഇവിടെ അതല്ലല്ലോ. മഹാഭൂരിപക്ഷം ജീവിക്കാൻ വേണ്ടി മറ്റു തൊഴിലുകൾ സംഘടിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് തൊഴിലിന് വേണ്ടി വ്യാപാരം ചെയ്യുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വ്യാപാരികളുണ്ട്. ആ വ്യാപാരികളുടെ സംരക്ഷണമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ആ വ്യാപാരികൾക്ക് സംരക്ഷണം കിട്ടണമെങ്കിൽ ഗവൺമെന്റ് അതിലൊരു നിലപാട് സ്വീകരിച്ചെങ്കിലേ പറ്റൂ. ആ നിലപാട് സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ സമരവുമായിട്ട് നമ്മൾ പുറപ്പെട്ടിട്ടുള്ളത്. സംഘാടക സമിതി ചെയർമാൻ PV കുഞ്ഞമ്പു അധ്യക്ഷത വഹിച്ചു. ജാഥ വൈസ് ക്യാപ്റ്റൻ V ഗോപിനാഥ്, മാനേജർ S ദിനേശ്, ജാഥാംഗങ്ങളായ KM ലെനിൻ, V പാപ്പച്ചൻ, MP അബ്ദുൽ ഗഫൂർ, മിൽട്ടൺ J തലക്കോട്ടൂർ, R രാധാകൃഷ്ണൻ, സീനത്ത് ഇസ്മായിൽ, നേതാക്കളായ K പ്രകാശൻ, ഉദയകുമാർ, ജില്ലാ സെക്രട്ടറി ശോഭ ബാലൻ, കണ്ണൂർ ജില്ലാ സെക്രട്ടറി സുഗുണൻ, കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് K വിജയൻ, CPIM കാസർഗോഡ് ഏരിയ സെക്രട്ടറി TMA കരീം എന്നിവർ സംസാരിച്ചു. ആദ്യ ദിവസം ഉദുമ, കാഞ്ഞങ്ങാട്, നീലേശ്വരം, ചെറുവത്തൂർ, പയ്യന്നൂർ, പിലാത്തറ എന്നിവിടങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി ജാഥ തളിപ്പറമ്പിൽ സമാപിക്കും. വിവിധ ജില്ലകളിലെ പര്യടനത്തിനു ശേഷം യാത്ര 25-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.